നാളെയാണ് ഡൽഹി അസംബ്ലി പോളിൻ്റെ റിസൾട്ട് വരുന്നത്. ചോദ്യം പ്രസക്തമാണ്. കാരണം എക്സിറ്റ് പോളുകളും ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു കാരണവശാലും ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം കിട്ടിയ അത്രയും വോട്ടുകൾ ഇപ്രാവശ്യം കിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അവിടെ BJPക്ക് അനുകൂലമായ വോട്ടല്ല അവിടെ നടക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടിക്ക് കേജ്രിവാളിനും നെഗറ്റീവായ വോട്ട്. അവിടെ ട്രെൻഡൊന്നുമില്ല, ഒരു ട്രെൻഡും ഇല്ല. പക്ഷേ അവിടെ ഉള്ളത് നെഗറ്റീവ് വോട്ടുകളാണ്. അത് വളരെ സ്പഷ്ടമാണ്. എന്തുകൊണ്ടാണ് സ്പഷ്ടമാകുന്നത്? ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. കേജ്രിവാൾ അത് ഫ്രീ കൊടുക്കുന്നു, ബസ് റൈഡ് ഫ്രീ കൊടുക്കുന്നു, സ്ത്രീകൾക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ഫാമിലിക്ക് 25,000 രൂപ ഫ്രീ കൊടുക്കും എന്നൊക്കെ പറയുന്നു. ഈ പല ആൾക്കാർക്കും മനസ്സിലാകാൻ തുടങ്ങി, ഈ പല ഫ്രീ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഇതിനകത്ത് ഈ കാര്യമായ പ്രസക്തി ഒന്നുമില്ല. പ്രത്യേകിച്ച് ഡൽഹി മിഡിൽ ക്ലാസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ് ഉള്ള ഒരു നഗരവും സിറ്റിയും സ്റ്റേറ്റുമാണ്, ചെറിയ സ്റ്റേറ്റാണ്, അത് ഡൽഹിയാണ്. അപ്പോൾ ഡൽഹിക്കകത്ത് അതിൻ്റേതായൊരു പ്രാധാന്യമുണ്ട് എപ്പോഴും. കാരണം പവർ ക്യാപിറ്റലാണ്, ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. അതായത് കഴിഞ്ഞ 27 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് BJP അധികാരത്തിൽ വരുന്നുവെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. അപ്പം ഞാനും ഈ പല ആൾക്കാരോട് സംസാരിച്ചപ്പോഴും എനിക്ക് പിടികിട്ടിയത്, അതായത് നമ്മളിപ്പോൾ ഗ്രേറ്റർ കൈലാഷ് എന്നൊരു സ്ഥലം എടുക്കുക, അവിടെ മിഡിൽ ക്ലാസ്സിനേക്കാളും കൂടുതൽ അപ്പർ മിഡിൽ ക്ലാസ്, അവിടെ ഒക്കെ ആം ആദ്മി പാർട്ടിയാണ് ജയിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണെങ്കിൽ ഇപ്രാവശ്യം വോട്ടിംഗ് പെർസെൻറ്റേജ് ഏറ്റവും കുറവായി. പിന്നെ ഡൽഹിയുടെ വളരെ നാളെടുക്കുകയാണെങ്കിൽ ഏകദേശം 10, 40, 50 വർഷം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് സംഭവം വളരെ സിമ്പിളാണ്. ആം ആദ്മി പാർട്ടിയോട് താല്പര്യമില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിക്ക് സംഘടനാ പ്രവർത്തനം വോട്ട് ഇത്ര പെർസെൻറ്റായി. ആദ്യം മനസ്സിലാക്കുക, ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തത് ഈ പാർട്ടിയല്ല, ഈ പാർട്ടി പ്രവർത്തകരുടെ കഴിവുകൊണ്ടൊന്നുമല്ല അവിടെ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് കിട്ടിയത്. അവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ BJP വോട്ടുകളാണ്, പിന്നെ ഉള്ളത് കോൺഗ്രസ് വോട്ടുകളാണ്. ഇവരാണ് ആം ആദ്മി പാർട്ടിക്ക് മാറി വോട്ട് ചെയ്തത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് കറപ്ഷൻ ഒരു മാറ്ററായിരുന്നു. ആ കറപ്ഷൻ മാറ്ററായിട്ട് ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞ മൂവ്മെൻറ്റിൽ കൂടെ വന്നിട്ട് ഏറ്റവും വലിയ കറപ്റ്റായിട്ട് കേജ്രിവാളും കൂട്ടരങ്ങ് മാറി. ഒന്നല്ല പല ആവർത്തി. നിങ്ങളിപ്പം ലിക്കർ സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒറ്റ ചോദ്യമാണ്, പിന്നെ ഇത്രയും കോർട്ടുകളിൽ മാറി കയറി പോയി, ഏതെങ്കിലും കോർട്ട് ഇവർക്ക് റിലാക്സേഷൻ കൊടുത്തു? ഒരു കോർട്ടും കൊടുത്തില്ല. പിന്നെ മറ്റൊന്ന്, ഇയാളുടെ വീട് മൂടി പിടിപ്പിക്കാൻ വേണ്ടി, അതായത് കാരണം നിങ്ങൾക്കറിയാം ഡൽഹി ബംഗ്ലാവ് അറിയാം, അവിടുത്തെ ചീഫ് മിനിസ്റ്ററിൻ്റെ ബംഗ്ലാവ്, അതിന് 49 ലക്ഷം രൂപ ഇലക്ട്രിക്കൽ സംഭവത്തിന് മാത്രം അടിച്ചു മാറ്റി. ഇലക്ട്രിക്കൽ സംഭവം 49 കോടി രൂപ. ഇതൊക്കെ ഓരോന്നായിട്ട് പുറത്തു വന്നു. അതായത് ഇയാൾ ഈ പറയുന്ന കേജ്രിവാൾ കറപ്ഷൻ്റെ ഉസ്താദാന്ന് പിടികിട്ടി. അതായത് ജനങ്ങൾക്കും അടുത്തു. പിന്നെ അടുപ്പിച്ചടുപ്പിച്ചുള്ള കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് അതിനൊരു ഒരു ചർച്ച ചെയ്ത് പരിഹരിച്ച് പോകാൻ തയ്യാറല്ല. എല്ലാത്തിനും അയാൾ കുറ്റപ്പെടുത്തുക. പിന്നെ കേജ്രിവാളിനെ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരാൾ ഷാഡോ ഇട്ട് മുഖം മൂടിയിട്ടിട്ട് എത്ര നാൾ മുന്നോട്ട് പോകും? അതിനൊക്കെ പരിധിയുണ്ട്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ മുഖം മൂടി അങ്ങ് വലിച്ചു കയറും. ഇപ്രാവശ്യം ഉണ്ടായേക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാളിൻ്റെ ആ ഇമേജ്, ആ പുല്ലെല്ലാം കൂടെ വലിച്ചങ്ങ് കയറി. അതാണ് ജനങ്ങൾക്ക് മനസ്സിലായത്, ഇയാൾ പക്കാ കള്ളനാണ്. ഇയാൾ ഹനുമാൻ ചാലീസ അദ്ദേഹം പറയുന്നു, ഞാൻ മാർവാടിയാണ്, എനിക്കറിയാം എന്താണ് ട്രേഡേഴ്സ്. ഒരു കാര്യം പറയാം, ഡൽഹിയിലെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ കച്ചവടങ്ങളും പരിപാടി 30,000 ഷോപ്പുകളുണ്ട് ഡൽഹിയിൽ. 30,000 ഷോപ്പ് എന്ന് പറഞ്ഞാൽ ആ സിറ്റിക്ക് വലിയ ഹ്യൂജാണ്. പിന്നെ ഡൽഹിയിൽ ഇഷ്ടംപോലെ ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടായിരുന്നു, പപ്പഡ്ഗഞ്ച്, നാരായണ, പഞ്ചാബി ബാഗ്, ആ ഭാഗത്ത്. കേജ്രിവാൾ വന്ന ശേഷം ഈ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട്, ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഈ ജനങ്ങൾക്ക് 200 യൂണിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഇവരുടെ ചാർജ് അങ്ങ് കൂട്ടി. ഈ കൊമേഴ്ഷ്യലായിട്ട് ഈ ഇൻഡസ്ട്രി സംഭവം കൂട്ടി. അപ്പോഴവരെന്ത് ചെയ്തു? അവരെല്ലാം കൂടി ഇതെല്ലാം കൂടെ ബ്ലോക്ക് ചെയ്തിട്ട് അടച്ചിട്ട് അവർ നേരെ അങ്ങ് നോയിഡയിലും ഗ്രേറ്റർ നോയിഡയിലും ഗുഡ്ഗാവിലോട്ട് അങ്ങ് പോയി.
അതായത് ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ അത് നിർണായകമായി തീരുമാനിക്കുന്ന ഫാമിലീസ് ഉള്ള സ്ഥലമാണ് ഡൽഹി. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, അയാൾ ഒരിടത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ മറ്റൊരാളെ ദ്രോഹിച്ചിട്ട് അയാളുടെ എടുത്തിട്ടാണ് ഇവിടെ ഫ്രീ കൊടുക്കുന്നത്. കാരണം ഇയാൾ ഈ പറയുന്ന ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റിൻ്റെ ഫിലോസഫി വിശ്വസിക്കുന്ന ആളാണ്. അതുപോലെ അരാജകത്വവാദിയാണ്. അരാജകത്വം. ഞാനൊരു ഡൽഹിയായിട്ടാണ് കഴിഞ്ഞ 30 വർഷം കൊണ്ട് എനിക്കറിയാം ഡൽഹിയുടെ എന്തൊക്കെയാണ് മാറ്റം ഉണ്ടായെന്ന്. ഡൽഹിയിൽ ഇതേപോലെ ആ സിറ്റി നാശമാക്കി കളഞ്ഞു. മുനിസിപ്പാലിറ്റി ആണെങ്കിലും നിങ്ങളവിടെ ഡൽഹിയുടെ ഒരു ബ്യൂട്ടിയുണ്ട്, ആ ബ്യൂട്ടി നശിപ്പിച്ചു. പിന്നെ ഇയാൾ വന്ന ശേഷം മറ്റുള്ള പല ഈ ജുഗി ചോപ്പടിയുണ്ട്, ഈ സ്ലംസ്, അത് ഏറ്റവും കൂടുതലായി. നിങ്ങളിപ്പോൾ കൊനാട്ട് പ്ലേസിൽ കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് സർക്കിളിനകത്തൂടെ. ഇതൊന്നും പണ്ട് ഡൽഹിയിലില്ലായിരുന്നു. ഈ ഭിക്ഷക്കാരാണ് അവിടെ യാചിച്ച് നിൽക്കുന്നത്. ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്, അവിടെ മുഴുവനും ഭിക്ഷക്കാരാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഡൽഹിയിൽ ഇഷ്ടംപോലെ ഹോമുണ്ട്, ഗവൺമെൻറ് ഷെൽറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ വരുന്ന ഒരാൾക്കാർക്ക് അവിടെ കൊണ്ട് താമസിപ്പിച്ച് ഗവൺമെൻറ് കൊടുക്കുന്ന പരിപാടിയുണ്ട്, പ്രോഗ്രാമുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. കാരണം ഡൽഹി ക്യാപിറ്റൽ സിറ്റിയാണ്, ഒത്തിരി ആൾക്കാരും ടൂറിസ്റ്റുകളും ഗ്ലോബൽ ലീഡേഴ്സൊക്കെ വരുന്നത്. അവിടെ കാണുന്ന മുഴുവൻ ഭിക്ഷക്കാരിങ്ങനെ യാചിച്ചുകൊണ്ട് നിൽക്കുന്നേ. അതേപോലെ തന്നെ ഡൽഹിയിൽ നിങ്ങൾ കാണും, നമ്മുടെ നിർബന്ധിച്ചാണ് ആൾക്കാർ ഓരോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഷൂ പോളിഷ് ചെയ്യണം, അത് പോളിഷ് ചെയ്യും, ഇത് പിടിച്ച് വലിക്കും, അത് പിടിച്ച് വലിക്കും. കാരണം പോലീസിനൊരു പരിമിതിയുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ കയറ്റി ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് ആം ആദ്മി പാർട്ടിയുടെ പോളിസിയാണ്. അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആൾക്കാരെ മുഴുവൻ അതിൻ്റെ അകത്ത് ടൺ കണക്കിന് കയറ്റി അയക്കുക. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടുത്തെ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റൊക്കെയാണ് പറയുന്നത്, ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ട്, ഇവരെ പുറത്താക്കണം. ഇതൊക്കെ തീരുമാനമെടുക്കേണ്ടത് പോലീസ് അവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ ഡൽഹി ഗവൺമെൻറ് അവിടുത്തെ ഗവർണറെ അഡ്വൈസ് ചെയ്യണം, ലഫ്റ്റനൻറ്റ് ഗവർണറെ അഡ്വൈസ് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. കാരണം ഗവർണറുമായിട്ട് എപ്പോഴും അടിക്കുക. നേരത്തെ നജീബ് ജംഗ് അയാളുടെ പുറകെ ബഹളവും വഴക്കുമായിരുന്നു. പിന്നെ പുതിയ ലഫ്റ്റനൻറ്റ് അയാളുമായിട്ട് അടി. കാരണം ഞാൻ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട നേതാവാണ് ഈ കേജ്രിവാൾ. അത് മലയാളികൾക്ക് ഈ പല ആൾക്കാരെ ബിംബങ്ങളെ അങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ബിംബം എടുത്തുകൊണ്ട് നടന്ന ഒരാളാണ് AK ആൻ്റണി. അതേപോലെ ഒത്തിരി കമ്മ്യൂണിസ്റ്റ് ബിംബങ്ങളുണ്ട്. ശരിക്കും ഇവന്മാർ എന്തുവാണ് യഥാർത്ഥം എന്നുള്ളത് ലേറ്റർ സ്റ്റേജിലേ അറിയത്തുള്ളൂ. ഇവർക്ക് എന്ത് കേപ്പബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കാൻ, ഡൽഹി കണ്ട ഒരു വേസ്റ്റ് ചീഫ് മിനിസ്റ്ററായിരുന്നു കേജ്രിവാൾ. അയാൾ എഡ്യൂക്കേഷൻ്റെ സമ്പ്രദായം ഇതുണ്ടാക്കി. ഈ ചില ആശുപത്രികൾ മുഴുവനല്ല, ഈ പറയുന്ന ഹോസ്പിറ്റലിലും മെഡിസിൻ്റെ ഷോർട്ടേജ് ഇതൊന്നും ഡൽഹിയിൽ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഗവൺമെൻറ് മെക്കാനിസത്തിൽ മാറ്റിയെടുക്കാവുന്ന സംഭവം. അതായത് പൂർണ്ണമായിട്ടും നാശകോടാലിയാക്കി. ഏതാണ്ട് ആൻറ്റി ഇന്ത്യ രീതിയിലാണ് ഇയാളുടെ പ്രവർത്തനം മുഴുവനും പോയത്. പിന്നെ ഒരു കാര്യം പറയാം, ഇയാൾ തോൽക്കുവാണെങ്കിൽ നല്ലപോലെ തോക്കും. അതാണ് എക്സിറ്റ് പോളിൽ കൂടെ പറയുന്നത്. നല്ലപോലെ തോറ്റു കഴിഞ്ഞാൽ ഒരു കാര്യം കൃത്യമാണ്, കേജ്രിവാൾ എന്ന രാഷ്ട്രീയക്കാരൻ ഇന്ത്യയിൽ ഇല്ലാതാകും. ആം ആദ്മി പാർട്ടി ഇല്ലാതാകും. നേരത്തെ എന്താണ് പല റിപ്പോർട്ട് വന്നത്, പല പത്രങ്ങളിൽ സർവേ വന്നത്, ഇപ്പം ഇന്ത്യ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ്. അതേപോലെ ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അത്ര ഭയങ്കര ഫേസിലേത് കയറി വന്നത്, ഭയങ്കര ഫാസ്റ്റായിട്ട്. ഏതൊക്കെ സിറ്റിയിലാണ് പെട്ടെന്ന് ആൾക്കാർ കൂടിയത്, വലിയ കൂട്ടമായി, ജനക്കൂട്ടമായി. അവർക്ക് കാരണം ജനങ്ങൾക്കൊരു താല്പര്യമായി. പിന്നീട് ഓരോന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ബേസ് റിയാലിറ്റി മനസ്സിലാക്കുന്നത്. മുഴുവനൊരു ഇടതുപക്ഷ രീതിയിലുള്ള ആൾക്കാർ, ഒരു റാഡിക്കൽ, ഒരു ആൻറ്റി ഇന്ത്യ, പൂർണ്ണമായിട്ട് ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ആ രീതിയിൽ കൊണ്ടുവന്ന് ആ സിറ്റിയെ നാശമാക്കി. ജനങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ബൈസ് ഇങ്ങനെ കൊടുക്കുക, ഇത് ഫ്രീ, അത് ഫ്രീ, ഇലക്ട്രിസിറ്റി ഫ്രീ, വെള്ളം ഫ്രീ. നിങ്ങൾക്ക് ഡൽഹിയുടെ സ്ഥിതി അറിയോ? ഹൈലി പോപ്പുലേറ്റഡ് സിറ്റി ആയിട്ട് ഇയാൾ പറഞ്ഞതാണ് എത്രയോ വർഷം മുമ്പ്, ആദ്യം അധികാരത്തിൽ വന്ന പോലെ പറയുന്നതാണ്. ഡൽഹിയിലെ പോപ്പുലേഷൻ പൊല്യൂഷൻ അയാൾ ശരിയാക്കിയെടുക്കും. ഒരു നടപടി എടുക്കാൻ അയാളെ കൊണ്ട് കഴിഞ്ഞില്ല. നേരത്തെ എന്താ ഇയാൾ പറഞ്ഞത്, പഞ്ചാബിലുള്ള കർഷകർ അത് കത്തിക്കുന്നത് കൊണ്ടാണ്, അതായത് കൃഷി കഴിഞ്ഞ് കത്തിക്കുന്നത് കൊണ്ടാണ് ആ പുക, അത് കയറിയിട്ടാണ് ഡൽഹിയുടെ പ്രശ്നം. അന്ന് നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. അപ്പോൾ നേരത്തെ അതിനു മുമ്പ് ആ കാലത്തുള്ളായിരുന്നു, അവരാണ് കാരണമെന്ന് ഇയാൾ പറഞ്ഞു. ഇപ്പം ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത് കഴിഞ്ഞ 3-4 വർഷം കൊണ്ട്. എന്താ മാറ്റമില്ലാത്തത്?
ഇയാൾ ചുമ്മാ വിടുവാത്തരം പറയുവാണ് മുഴുവനും. ഇത് എത്രയോ വർഷം കൊണ്ട് അവിടെ നടക്കുന്നത് ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എത്ര എത്ര പ്രാവശ്യമാണ് സ്കൂളുകൾ അടച്ചത്? എത്ര പ്രാവശ്യമാണ് കോർട്ടിൽ ഈ സംഭവം എടുത്ത് കുടയുന്നത്? നിങ്ങൾ ഡൽഹിയിലെ ഈ പൊല്യൂഷനാ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ ഈ സിറ്റിയെ മാറ്റിയെടുത്തു. കാരണം അവിടെ പുതിയ രീതിയിലുള്ള ആശയങ്ങൾ കൊണ്ടുവന്ന് സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാവുന്നതായിരുന്നു. ഇതാ ഞാൻ പറയുന്നത്. ഇവ ചുമ്മാ വേണ്ടാത്ത വർത്താനങ്ങളും വിടുവാത്തരങ്ങളും സിംഗപ്പൂർ സിറ്റിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു. ഇപ്പോഴല്ല, 10 വർഷം മുമ്പ്. ഇടയ്ക്കിടയ്ക്ക് സിംഗപ്പൂരിൻ്റെ കാര്യം പറയും. അത് വിശ്വസിക്കുന്ന പല ഈ പാവം പിടിച്ച ആൾക്കാരുണ്ട്. സിംഗപ്പൂർ പോലെ ഡൽഹി ആവും. അപ്പോൾ ഇതിനകത്തുണ്ടാകാൻ ഇൻ കേസ് BJP അധികാരത്തിൽ വരുവാണെങ്കിൽ ഞാനൊരു കാര്യം ഗ്യാരണ്ടി ആയിട്ട് പറയാം. അവർക്ക് നേരത്തെ കിട്ടിയ പാഠങ്ങൾ വളരെ അവരുടെ മുമ്പിലുണ്ട്. കാരണം ആ സമയത്താണ് ബേസിക്കലി ഡൽഹിയിൽ ഏറ്റവും വലിയ പ്രശ്നമുണ്ടായി. ഇപ്പം സുഷമ സ്വരാജ് ആണെങ്കിലും മദൻലാൽ ഖുറാനയാണെങ്കിലും സാഹിർ സിംഗ് വർമ്മയാണെങ്കിലും ഒക്കെ ഭരിച്ച സമയത്ത്. ഇപ്പോഴവരുടെ മുമ്പിൽ കാഴ്ചപ്പാടിന് മോദി എന്ന് പറഞ്ഞൊരു നേതാവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഡൽഹിയിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ചിലപ്പോൾ ഈ BJP അധികാരത്തിൽ വരാൻ പോകുന്ന 5 വർഷത്തിനുള്ളിൽ ഡൽഹി ഗ്ലോബലി ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള നഗരവും അതേപോലെയുള്ള ജനങ്ങളും അവിടെ എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾ ഡൽഹിയിലുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വലിയ രീതിയിൽ, കാരണം കേന്ദ്ര ഗവൺമെൻറ്റും അവിടെ 2 BJP ആണെങ്കിൽ അവർ പറയുന്ന രീതി ഒരുമിച്ച് ജെല്ല് ചെയ്ത് മുന്നോട്ട് പോകും. കാരണം ഡൽഹിയിലെ ട്രാഫിക് ഇപ്പം വലിയ ഭയങ്കരമായി മാറി. ഒരു സമയത്ത് ഈ ട്രാഫിക്കൊന്നുമില്ല. അതിനൊക്കെ കാരണക്കാർ ഷീലാ ദീക്ഷിത് തന്നെ. പക്ഷേ നിർഭയ ഇഷ്യൂ, കറപ്ഷൻ, ഇതൊക്കെ കയറി വന്ന് കോമൺവെൽത്ത് കറപ്ഷൻ ബേസിക്കലി അവിടുന്ന് കോൺഗ്രസ് ഇല്ലാതായി. ഇനി കോൺഗ്രസ് ഒരിക്കലും ഡൽഹി വരത്തില്ല. ഒരു സമയം അത് ഷീലാ ദീക്ഷിത് 3 പ്രാവശ്യം അധികാരത്തിൽ കോൺഗ്രസിൻ്റെ കോട്ടയാക്കി. BJP ഒന്നും അല്ലാതെ അവിടുന്നാണ് ഈ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞ സംഭവം കയറി വരുന്നത്. വീണ്ടും ഞാൻ ആവർത്തിക്കും, കേരളത്തിൽ ആം ആദ്മി പാർട്ടി അവരെ സ്നേഹിക്കുന്നവരും അത് സാബു ജേക്കബ് കേജ്രിവാളിനെ കൊണ്ട് പ്രസംഗം നടത്തുന്നു. ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. കേജ്രിവാൾ എന്ന് പറഞ്ഞൊരു ദുഷ്ടനാണ്. ദുഷ്ടൻ വെച്ച് കഴിഞ്ഞാൽ ഈ അയാളുടെ ധാരണ വോട്ടിന് വേണ്ടി എന്ത് കള്ളത്തരവും കപടതയും പറഞ്ഞ് അയാൾ ഇന്നും ചെയ്യും. അപ്പം അതിൻ്റെ പേരിൽ ഇയാൾ ഇങ്ങനെ ജയിച്ചുകൊണ്ടിരുന്നു. ഇപ്രാവശ്യം തോറ്റ് കഴിയുന്നത് കേജ്രിവാൾ തോൽക്കുന്നത് ഡൽഹിക്കാരുടെ മാത്രം നല്ലതിനല്ല. ഇന്ത്യയിൽ ഇതേപോലെ രാഷ്ട്രീയക്കാരൻ ഉണ്ടാവരുത്. ഇയാളെ ജയിലിൽ തന്നെ ഇടണം കേജ്രിവാളിന്. അതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ കണ്ടു കാണും, ഈ വോട്ടിങ്ങിൻ്റെ അന്ന് അയാൾ ഒരു സ്ട്രക്ചറിൽ അയാളുടെ അപ്പനെ ഉന്തിക്കൊണ്ടുവരുന്നു, അയാളുടെ മകൻ അമ്മയെ, കേജ്രിവാളിൻ്റെ അമ്മ, 2 പേരും ഉന്തിക്കൊണ്ടുവരുന്നു. ഇതൊക്കെ സീനുകളാണ് മുഴുവനും. ഇതേപോലെ സ്ട്രക്ചറിൽ ഇങ്ങനെ ഉന്തിക്കൊണ്ട് നേതാക്കൾ എല്ലാം ഡൽഹിയിൽ തോറ്റിട്ടുണ്ട്. നേരത്തെ ഹർഷവർദ്ധൻ ഇതുപോലെ ചെയ്തു. കാരണം പബ്ലിക്കിനെ കാണിക്കാൻ, ഞാൻ ഇങ്ങനെ പ്രായമുള്ളവരെ നോക്ക്, ചുമ്മാതാ. കാരണം അയാളെ എനിക്കറിയാം, അയാൾക്ക് എന്നെ അറിയാം. അതിൻ്റെ പേരിലാണ് പറയുന്നത്. കാരണം ഞാൻ ഒരു കാര്യം, നാരദാസ് കേസ് ഉണ്ടല്ലോ, ശാരദ, വെസ്റ്റ് ബംഗാളിൽ, അത് ഹൈലി കറപ്ഷനായിട്ടുള്ള കേസാണ്. അന്ന് മമതാ ബാനർജിയെ പിന്തുണച്ചവനാണ് ഈ കേജ്രിവാൾ. അതിൻ്റെ പേരിൽ തന്നെയാണ് കൽക്കട്ടയിൽ നിന്ന് ഇയാളുടെ പാർട്ടി ഇല്ലാതായിപ്പോയി. കാരണം അവർക്കറിയാം അവിടെയുള്ള ജനങ്ങളാണ് അനുഭവിച്ചത് ഈ നാരദ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇയാളെ അറിയാവുന്നവർക്കറിയാം ഇയാൾ പക്ക കള്ളനാണ്, ഉഡായിപ്പിൻ്റെ ആശാനാണ്. ഇയാൾ ഈ സംസാരവും തുമ്പലും ചുമയൊക്കെ കാണിക്കുന്നത് വെറും സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഫ്രീ ബീസായിട്ട് ഇങ്ങനെ കൊടുക്കുക, ഇത് റേഷനറി വീട്ടിൽ കൊണ്ട് കൊടുക്കണ്ട, അതവിടെ കൊടുക്കട്ടെ, ഇതവിടെ കൊടുക്കട്ടെ. നിങ്ങളതിൽ കാര്യങ്ങൾ, അതിൻ്റെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് നല്ലൊരു ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്, ഫെസിലിറ്റേറ്റ് ചെയ്യുക. അല്ലാതെ ഫ്രീ കൊടുക്കരുത്. ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ മടിയനാകും. അതാണ് കേരളത്തിൽ സംഭവിച്ചത്. ഇതാണ് പല BJP സംസ്ഥാനങ്ങളും അവരിങ്ങനെ ഫ്രീ കൊടുക്കും. ഇത് ബേസിക്കലി അവസാനിപ്പിക്കേണ്ടി. ഇതോടുകൂടി ഡൽഹിയിൽ കേജ്രിവാൾ തോൽക്കുന്നതോടുകൂടി ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ചെയ്യും. കാരണം അവർക്ക് മനസ്സിലായി ഇത് തീർന്നു. കാരണം നല്ലതാണ് അത്. ബേസിക്കലി ജോലി ചെയ്ത് അധ്വാനിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകും, ജീവിതം നയിക്കേണ്ടതും, ആഹാരം കഴിക്കുന്നതിനും ഫാമിലി കെട്ടിപ്പടുത്തേണ്ടതും, അതേപോലെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഐഡിയലായിട്ട് മാറുകയും ചെയ്യേണ്ടത്. ഫ്രീ ആയിട്ട് ഇവിടെ ലോട്ടറി അടിച്ച് മില്യനെയറാകുക, ഫ്രീ ആയിട്ട് ഗവൺമെൻറ് അത് തരുന്നു, ഗവൺമെൻറ് ഇത് തരുന്നു, ഗവൺമെൻറ് ആവശ്യമുള്ളവർക്ക് കൊടുക്കുക.
അവശത അനുഭവിക്കുന്ന പ്രായമുള്ളവർക്കൊക്കെ പെൻഷൻ കൊടുക്കട്ടെ. പക്ഷെ ഒരു ആരോഗ്യമായ ചെറുപ്പക്കാരനോ കുടുംബത്തിനും എന്തിനാ ഫ്രീയുടെ ആവശ്യം? ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ജോലി ചെയ്ത് ജീവിക്കാം. കാരണം തെറ്റായ രീതിയിൽ ഇന്ത്യയെ നയിച്ചൊരു വൃത്തികെട്ടവൻ വായി തോന്നുന്നു എല്ലാം വിളിച്ച് പറയും. ഇയാൾ തോറ്റു കഴിയുമ്പോൾ പറയുന്നതാണ് EVM ആണ് പ്രശ്നം. EVMൻ്റെ ഇഷ്യൂ, തെറ്റായ ഇഷ്യൂ ഇത്രമാത്രം കൊണ്ടുവന്ന അവസാനം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആൾ ഏറ്റെടുത്ത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പോലും, അതായത് ഇന്ത്യക്കാർ, നമ്മുടെ ഒരു സിസ്റ്റമാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഇത്രയും വർഷം ജനാധിപത്യം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമാണ് EVM. അതിനെ വരെ മോശമായി നിയമസഭയിലൊക്കെ അവതരിപ്പിച്ച് നാശക്കോടാലിയാക്കിയാണ്. ഇതോടുകൂടി ഇത് തോൽക്കുന്നതോടുകൂടി ഈ സാധനം എന്നേക്കുമില്ല. അതോടുകൂടി ഒരു കാര്യം കൂടെ പറയാം, പഞ്ചാബിലെ സ്ഥിതിയും വളരെ മോശമാണ്, വളരെ വളരെ മോശമാണ്. അത് ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ പോപ്പുലാരിറ്റി വളരെ മോശമായിട്ട് മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ ഇത് തീർന്ന് അതും തീരും. ചിലപ്പോൾ ഇയാൾ പറയും എന്നാലും ഇയാൾക്ക് അടുത്ത പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയാകണം. കാരണം ഇയാൾക്ക് അധികാരം വേണം. അതിഭയങ്കര അധികാര കുതിയനും കൂടിയാണ് ഇയാൾ. ഇയാൾ തോൽക്കുന്നതാണ് ഡൽഹിക്കും ഇന്ത്യക്കും നമ്മുടെ ദേശത്തിനും എല്ലാം നല്ലത്.